പരിശുദ്ധമായ ഉംറ എന്നുള്ളത് നമ്മൾ എല്ലാം കൊണ്ടും തയ്യാറായാലും അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. അതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറൊരു നിർവാഹമല്ല. ആഗസ്റ്റ് 5 നമ്മൾ പുറപ്പെടുന്ന സമയം അതുവരെ നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആക്കലേ പരിഹാരമുള്ളൂ. അള്ളാഹുവേ, എൻ്റെ യാത്രകളിൽ തടസ്സമാവുന്ന ഒന്നും തന്നെ ഉണ്ടാക്കരുത് റബ്ബേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരുടെ ജീവിതത്തിൽ പലതും നമ്മൾ കേട്ടും കണ്ടും അനുഭവമുള്ളതെന്ന് പറയാം. നമ്മൾ ഈ ഉംറ എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ വഴികളിൽ എത്രയും കഴിയുന്നത്ര ഇബ്ലീസ് എന്ത് ചെയ്യും, നമ്മളെ വഴികൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഈ ശ്രമിക്കാൻ തന്നെ എങ്ങനെയാണ്, നമ്മളെ വഴികളിൽ വേറെ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാക്കുക. കാരണം അള്ളാഹുവിന്റെ ഹറമിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അള്ളാന്റെ ഹറമ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും അമൂല്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരു മുഅ്മിന് പോകുമ്പോൾ എങ്ങനെയെങ്കിലും അവരെ തടയണമെന്ന് ഇബ്ലീസിന് ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടി ഇബ്ലീസിൻ്റെതായ വഴികൾ ശ്രമിക്കും. നമ്മൾ അവിടെ നിന്നും തളരാതെ മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുവേണ്ടി നമ്മളെ സ്ഥാപനത്തിലേക്ക് ഉംറയ്ക്ക് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ മേലും ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഹാജറ ഉമ്മ എന്ന് പറഞ്ഞ പരിശുദ്ധ മക്കയിലെ പ്രധാനപ്പെട്ടവർ അവരാണ്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഹാജറ ഉമ്മ, ഇവരെല്ലാവരെയും കൂടെ പേരിൽ ഒരു യാസീൻ നമ്മൾ ദിവസവും പതിവാക്കുക. ഇനി അങ്ങോട്ട് ദിവസം മതി, ഇതുവരെ നമുക്ക് കുഴപ്പമുണ്ടായില്ലല്ലോ. ഇത് നമ്മൾ ഉസ്താദുമാർ പറഞ്ഞതാ. എന്തിനാണ്? പരിശുദ്ധമായ ഉംറയ്ക്ക് പോകുമ്പോൾ നമുക്ക് യാതൊരു തടസ്സങ്ങളില്ലാതാക്കാൻ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരുപാട് കാലം പരിശുദ്ധമായ ഉംറ ആഗ്രഹിച്ച് ഒരുപാട് കാലം, നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഉപ്പ കരഞ്ഞു ദുആ ചെയ്യുന്നത് നമുക്ക് കേട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ ഉപ്പാക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉപ്പാന്റെ ശിഷ്യൻ ഉപ്പാനെ ഉംറയ്ക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. അന്ന് നമ്മുടെ ഹസന ഉംറ സർവീസ് ഇല്ല. അങ്ങനെ അന്ന് തയ്യാറായത് മുതൽ ഉപ്പ വല്ലാത്ത സന്തോഷവാനാണ്. എല്ലാവരോടും ഉപ്പ യാത്ര പറയും. എല്ലാവരും പറയും, ഞാൻ ഉംറയ്ക്ക് പോവാണ്ടാ, നിങ്ങൾ ദ്വാരക്കാണ് കാണുന്ന വലിയവരോടും ചെറിയവരോടും എല്ലാവരും പറയും. അതായിരുന്നു ഉപ്പയുടെ ജീവിത ശൈലി. അങ്ങനെയുള്ള ഉപ്പ അയൽവാസിയായ ഒരു സഹോദരനും സഹോദരിയും ഉംറ കഴിഞ്ഞു വന്നപ്പോ ആ സഹോദരനോട് പോയി പരിശുദ്ധമായ ഹറമിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഉപ്പ പണ്ഡിതനാണ്, പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു ആഗ്രഹം, അനുഭവിച്ചതും അറിഞ്ഞു പഠിച്ചതും തന്നെ വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ ഉപ്പ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ആ സഹോദരനോട് ഉപ്പ അദ്ദേഹം പരിശുദ്ധമായ ഹറമിൽ ഉപയോഗിച്ചിരുന്ന ഉംറ വസ്ത്രം വരെ എന്തായി അദ്ദേഹത്തോട് തരാൻ വേണ്ടി ചോദിച്ചു. കാരണം ഉംറ വസ്ത്രത്തിന് വേറെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ല, അള്ളാന്റെ ഹറമിൽ ഉപയോഗിച്ച ഉംറ വസ്ത്രം അതിനൊരു വിലയുണ്ട്, അതിനൊരു മൂല്യമുണ്ട്. നമ്മൾ പുതിയത് കൊണ്ടുപോകുന്നതും ഒരിക്കൽ അള്ളാന്റെ ഹറമിൽ ഉപയോഗിച്ച വസ്ത്രവും രണ്ടും രണ്ടാണല്ലോ. അങ്ങനെ അതെല്ലാം ബുക്ക് ചെയ്ത് വാങ്ങിച്ചു. സ്വപ്നം കണ്ടിരിക്കുക. അങ്ങനെ ഉംറയ്ക്ക് പോവാൻ ഈ 5 ദിവസമാണ് ബാക്കിയുള്ളത്. ഉംറ ക്ലാസ് എല്ലാം കഴിഞ്ഞു തയ്യാറായിരിക്കുന്ന ഉപ്പ പ്രഭാതം 3 മണിയായപ്പോ 5 ദിവസം മുമ്പ് ദിവസം ഉപ്പാക്ക് വേദന വന്നു. അങ്ങനെ വേദന വന്നു ഉപ്പാനെ കൊണ്ടുപോവുകയാണ്. കാവന്നൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് കൊണ്ടുപോകുമ്പോ പുല്ലൂർ എന്ന് പറയുന്ന സ്ഥലമെത്തിയപ്പോ പ്രിയപ്പെട്ട ഉമ്മയുടെ നെറ്റില് ചുംബനം കൊടുത്തുകൊണ്ട് ഉപ്പ കെലിമ ചൊല്ലിക്കൊണ്ട് ഉപ്പ ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തോട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു ഉപ്പയുടെ ഖബറിടം വിശാലമാക്കുമാറാവട്ടെ. പറഞ്ഞു കൊണ്ടുവന്നത് ഉപ്പാക്ക് ആരോഗ്യം കൊണ്ട് ഓക്കെ ആയിരുന്നു, ഉപ്പാക്ക് സമ്പത്ത് കൊണ്ട് കൊടുക്കാൻ തയ്യാറുമായിരുന്നു, ഉപ്പാക്ക് എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു, എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഉപ്പാക്കും അള്ളാഹുവിന്റെ വിധി മറ്റൊന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ തൗഫീഖിന് നമ്മൾ കനിഞ്ഞ് ദുആ ചെയ്യുക തന്നെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ആരോഗ്യം സാമ്പത്തികം എന്നുള്ളതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നുള്ളത്. ഇനി നമുക്ക് ആമുഖെല്ലാം കഴിഞ്ഞ് ഉംറയിലേക്ക് കിടക്കാം അല്ലെ. ഇപ്പൊ നമ്മളെല്ലാവരും ഉംറയ്ക്ക് എല്ലാവരും തയ്യാറായവരെ പറഞ്ഞല്ലോ അല്ലെ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം റെഡിയല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഉംറ എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് കരിപ്പൂരിൽ കയറി ഒറ്റക്ക് പോയി ഉംറക്ക് പോയി ഇവിടുന്ന് ഇഹ്റാം ചെയ്യാ, നേരെ കരിപ്പൂർ പോവാ, ജിദ്ദയിൽ പോവാ, മക്കയിൽ പോയി 7 തവാഫ് സഈ, അത് 6 ചെയ്താൽ ഉംറയായി. പരിശുദ്ധമായ ഉംറയുടെ ചൊല്ലൽ നിർബന്ധമായ ഒന്നുമില്ല, മനസ്സിലായില്ലേ? എന്നാൽ എന്തിനാണ് ഉസ്താദുമാരുടെ കൂടെ വീണ്ടും നമ്മൾ ഉംറയ്ക്ക് ഇങ്ങനെ ആയിട്ട് പോലും ഉസ്താദുമാരുടെ കൂടെ എന്തിനാണ് നമ്മൾ ഉംറയ്ക്ക് പോകുന്നത്? ഒരു ഉംറ എന്നുള്ളത് വലിയ ഒരു അമലാണ്.
ആ അമലിന് അതിൻ്റെതായ പരിപൂർണത നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉസ്താദുമാരെ കൂടെ പോണേ. ഞാൻ പറഞ്ഞല്ലോ, ഉംറ എന്നുള്ള ചൊല്ല നിർബന്ധമൊന്നുമില്ല. 7 തവണ തവാഫ് ചെയ്യുക, 7 തവണ സഅയ് ചെയ്യുക, തഹല്ലുലാവുക, ഇത്രയേ ഉള്ളൂ. അപ്പോ ആ ഒരു പരിപൂർണതയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം? ഇതല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? അല്ലാതെ ഒരു തട്ടിക്കൂട്ട് ഉംറല്ലല്ലോ. ഓളും പോയി, നബീസ് പോയി, ബീപാത്ത് പോയി, ഇനിയിപ്പോ ഞാനിപ്പോ എങ്ങനെ പോവാതിക്ക എന്ന് ചിന്തിച്ച് ആരെയുണ്ടോ? അങ്ങണ്ടാവതിട്ടാണ്. അപ്പോ നമ്മളെ നിയ്യത്ത് ഉംറക്ക് തയ്യാറാവുമ്പോ ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബികുന്നല്ലേ, അള്ളാഹ് ആദ്യം നോക്കുക നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അള്ളാഹു ആദ്യം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാ. ഒരിക്കൽ ഒരു സഹോദരി എന്നെ വിളിച്ചു ചോദിച്ചു, ഉസ്താദേ, ഉംറക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, അത് വിൽക്കാനാണ് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്താ പരിഹാരം? സാധാരണ അടുത്ത പരിഹാരം പറഞ്ഞാൽ പണയം വെക്കലല്ലേ. അപ്പൊ എന്നോട് ചോദിക്കും, ഉസ്താദ്, ഞാൻ പണയം വെച്ച് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ നമ്മളെന്തോ കുഴപ്പമുണ്ടാക്കൂല്ലാക്കോ മസാല പറയും പോലെ. ആ സഹോദരി ചോദിക്കാണ്, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഉംറയുടെ ആദ്യം നമ്മൾ ഉംറയുടെ നിയ്യത്ത് റെഡിയാക്കാം. എന്താ നിയ്യത്ത്? ഞാൻ പറഞ്ഞല്ലോ, മറ്റവര് പോയി, മറിച്ചവർ പോയി, അല്ലെങ്കിൽ എന്റെ അപ്പുറത്തുള്ളവർ പോയി, ഞാൻ മാത്രം എങ്ങനെ പോവാതിരുന്നത്, ഈ ഒരു നിയ്യത്ത് ഒരിക്കലും നമ്മൾ നിയ്യത്ത് ഉണ്ടാവാൻ പാടില്ല. അഥവാ എവിടെയെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അറിവ് അറിഞ്ഞതോടെ നിങ്ങൾ എന്ത് ചെയ്യാൻ, നിയ്യത്ത് മാറ്റാം. നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാവണം പരിശുദ്ധമായ ഉംറക്ക് പോവേണ്ടത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ എല്ലാവരും നിയ്യത്ത് റെഡിയാക്കില്ലേ? റെഡിയാക്കിയോ? നിയ്യത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് അള്ളാഹിന്റെ പൊരുത്തത്തിനാണ് നമ്മൾ ഉറപ്പിച്ചില്ലേ. ഇനി നമ്മൾ രണ്ടാമത് സാമ്പത്തികം 100% ഹലാലായതായിരിക്കണം. 100% 99% എന്നല്ല, അതായത് നമ്മുടെ ഉംറയുടെ 96,000 രൂപ അല്ലെ പാക്കേജ് ചാർജ്. അപ്പൊ ആ എമൗണ്ടില് 100% എന്താവണം? നമുക്ക് ഹലാലായ സമ്പത്തായിരിക്കണം. അപ്പൊ ഒരാൾ എന്ത് ചെയ്യാ, അവരുടെ മകന്റെ കയ്യിൽ നിന്നാണ് ക്യാഷ് വാങ്ങുന്നത്. ആ മകന്റെ ബിസിനസ് നമ്മൾ MDMO അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ ഇന്നത്തെ കാലല്ലേ എന്തെല്ലാം കേൾക്കുന്നല്ലേ, അല്ലെങ്കിൽ പലിശ കൊടുക്കലോ, ഇങ്ങനെയുള്ള അന്യവന്റെ ഹറാമായ സമ്പത്താണോ നമ്മുടെ മകൻ നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമുക്ക് തരുന്നത്, നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉംറ വെള്ളത്തിൽ എഴുതിയതുപോലെ മാഞ്ഞു പോകും. പരിശുദ്ധമായ ഉംറ എല്ലാവരും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നാളുകളിൽ നമ്മളൊക്കെ ഈ ഒരു ഉംറ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി നോക്കുമ്പോൾ അത് എവിടെയും രേഖപ്പെടുത്തിയതായി കാണുകയില്ല. അങ്ങനെയുള്ള തീരാ ഹതഭാഗ്യരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പൊ നിയ്യത്ത് റെഡിയാക്കി, സമ്പത്ത് റെഡിയാക്കില്ലേ? അപ്പൊ ഇനി റെഡിയാക്കിയ സമ്പത്ത് നോക്കിയാൽ മതി, ഒക്കെ റെഡിയല്ലേ എന്നിട്ടോ, ഹലാലല്ലേ എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം, പരിശുദ്ധമായ ഹജ്ജോ ഉംറയോ ചെയ്ത ഒരാൾക്ക് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു കുഞ്ഞ് എങ്ങനെയാണോ പുറത്തേക്ക് വരുന്നത്, ആ രൂപത്തിലാണ് ഹജ്ജും ഉംറയും അള്ളാഹ് സ്വീകരിച്ചതെന്ന് പറയും. അതായത് ഒരാളെ ഉംറയും ഹജ്ജ് അള്ളാഹ് സ്വീകരിച്ചു, അവരുടെ ജീവിതം അത്രമാത്രം ശുദ്ധിയായി എന്നാണ്. അപ്പൊ അത്രമാത്രം ശുദ്ധിയാവുന്ന ആ ഒരു ഭാഗ്യം ഉണ്ടല്ലോ, അത് ലഭിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാല് അടിമയും ഉടമയും തമ്മിലുള്ള എല്ലാ വിഷയവും അള്ളാഹ് പൊരുത്തപ്പെടും. എന്ന് പറഞ്ഞാൽ ഒരാള് ഹറാമായി കണ്ടുപോയി, ഹറാമ് കേട്ടുപോയി, അതുപോലെ തന്നെ ജീവിതത്തിൽ ഹറാമുകൾ സംഭവിച്ചു പോയി, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടും. കാരണം അള്ളാഹു മുഖേനയുള്ള വിഷയം. എന്നാൽ അടിമയും തമ്മിലുള്ള ഒരു വിഷയം അള്ളാഹ് പൊരുത്തപ്പെടൂല. രണ്ടും തമ്മിൽ മാറ്റം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഉംറക്ക് നമ്മളെല്ലാം തയ്യാറാവാം അല്ലേ. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ ഹറമിൽ പോയിക്കൊണ്ട് പരിശുദ്ധമായ കഅബയിൽ ചെന്നുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ദുആരിക്കാം, അല്ലാഹുവേ എന്റെ ജീവിതം സംശുദ്ധമാക്കണേ അല്ലാഹ് എന്നങ്ങ് നമ്മൾ ആത്മാർത്ഥമായി ദുആരിക്കുമ്പോ നമ്മുടെ ജീവിതം സംശുദ്ധമാവും. നമ്മളെ ജീവിതം തന്നെ മാറി മറിയും. കാരണം ഒരു 15 ദിവസം അള്ളാഹുവിന്റെ ഹറമുകളല്ലേ നമ്മൾ കാണുന്നത്, ഹബീബിന്റെ പുണ്യ മദീനയല്ലേ നമ്മൾ കാണുന്നത്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും അടിമയും ഉടമയും തമ്മിലുള്ള വിഷയങ്ങൾ അള്ളാഹ് പൊരുത്തപ്പെടൂല. അപ്പൊ എങ്ങനെ മനസ്സിലാവാ? നമ്മൾ നാളിതുവരെ പല നിലക്കും അയൽവാസികളെ വേദനിപ്പിച്ചവരുണ്ടാവും. ചിലപ്പോൾ ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടിയിട്ട് ഒരു അതിര് തർക്കത്തിന് വേണ്ടി അന്ന് നമ്മൾ ഒരു മതിൽ കെട്ടിണ്ടാവും. പിന്നീട് ഇന്ന് വരെ ആ മതിൽ പൊളിച്ചിട്ടും കൂടി ഉണ്ടാവില്ല, തിരിഞ്ഞു പോയി നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും, പ്രവൃത്തികളെ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും.
അല്ലെങ്കിൽ നമ്മൾ മറ്റു പല കാര്യങ്ങളെ കൊണ്ട് ഇപ്പൊ അമ്മായിനെയും മരുമകളൊക്കെ ആണെങ്കിൽ എന്താ ഉണ്ടാവാ, സ്വാഭാവികമായിട്ട് തട്ടിമുട്ടിയോണ്ട് നിൽക്കും. അല്ലേ നമുക്ക് നൃത്തം കാണാൻ എല്ലാത്ത പോലുണ്ടല്ലോ. എല്ലാവരും വീട്ടിൽ തട്ടിമുട്ടിയോണ്ട് നിൽക്കാം എന്ന് പറഞ്ഞാൽ പൊതുവിലാ പറഞ്ഞിട്ടോ. ഇപ്പൊ നിങ്ങളാരെയും വീട്ടിൽ വളരെ റാഹത്താണ്, അൽഹംദുലില്ലാ, അങ്ങനെ ആവട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ നല്ല സൗഹൃദം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പറഞ്ഞു കൊണ്ടുവന്നത് ഒരു ഭാര്യ ഭർത്താവ് അതല്ലെങ്കിൽ ഉമ്മ മരുമകളൊക്കെ തട്ടിമുട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാവും നമ്മൾ നല്ല ആരോഗ്യമുള്ള സമയം ആ പാവപ്പെട്ട ഉമ്മാനെ നമ്മൾ നല്ല വേദനിപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ കാലത്ത് നമ്മളെ വാക്ക് കണ്ണുരുട്ടി ആ സാധുവിനെ നിർത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ ആ പാവപ്പെട്ട ഉമ്മാനെ മനസ്സിലുണ്ടാവും. നമ്മൾ പരിശുദ്ധമായ ഉംറയ്ക്ക് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ആ പാവപ്പെട്ട ഉമ്മയോടെല്ലാം പൊരുത്തപ്പെടിപ്പിക്കണം. ഉമ്മയോട് പൊരുത്തം ചോദിക്കുക തന്നെ വേണം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിങ്ങനെ തോന്നാം, ഉമ്മാനെ മുമ്പിൽ ഞാൻ ഇത്ര കാലം ഞാൻ മിണ്ടിയിട്ടില്ല, ഇനിയിപ്പോ ഞാൻ ഇപ്പോഴൊരു മുട്ടുകുത്തല്, അങ്ങനെ തോന്നുന്നുണ്ടോ? എങ്കിൽ നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ മനസ്സിൽ അഹങ്കാരം മാറിയിട്ടില്ല എന്നത്. ഈ അഹങ്കാരം കൊണ്ട് അള്ളാഹിന്റെ ഹറമിലേക്ക് ചെന്നാൽ അള്ളാഹുവിന് ഇഷ്ടമില്ല, ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ല. പിന്നെ എന്തിനാ നമ്മൾ പോകുന്നത് വെറുതെ ഈ കണ്ട ക്യാഷ് എല്ലാം മുടക്കിയിട്ട്? മനസ്സിലായില്ലേ? നമുക്കിട്ട് തന്നെ ഡിസ്കൗണ്ട് ഇല്ല, എല്ലാവരും ചെലവാക്കിയ പൈസ നമ്മൾ ചെലവാക്കണം അല്ലേ? എന്നാൽ നമ്മുടെ ഉംറ വെള്ളത്തിൽ എഴുതിയതുപോലെ മാഞ്ഞു, അത് അള്ളാഹ് പൊരുത്തപ്പെടൂല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അയൽവാസിയോട് നമ്മൾ നല്ല പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തോന്നാണ്, മുമ്പൊരിക്കൽ എന്റെ സുഹൃത്ത് പറഞ്ഞ അനുഭവമാണ്. ഇതുപോലെ ഉംറ ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു സഹോദരി വന്ന് പറഞ്ഞത്രേ, അതെ സംഗതികൾ പറഞ്ഞൊക്കെ സ്വീകരിക്കാം, ഞാനും എന്റെ മരുമോളും തമ്മിൽ കുറെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അതിപ്പോ നിങ്ങൾ ഓളോട് പൊരുത്തപ്പെടിക്കാനായി എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു മനസ്സുണ്ടാവരുത് പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ. നമ്മുടെ മനസ്സ് വളരെയധികം സംശുദ്ധമാക്കണം. നമ്മൾ മനസ്സിലാക്കാം, നാളിതുവരെ ജീവിച്ചതിന്റെ ബാക്കിയേ ഇനി ജീവിക്കാൻ ബാക്കിയുള്ളൂ. ശരിയല്ലേ? ഈ പറയുന്ന ഞാനടക്കം നമ്മുടെയൊക്കെ ഉമ്മത്തിന്റെ ആ ഒരു വയസ്സ് വെച്ച് നോക്കും, 63 വയസ്സ് ശരാശരി അല്ലേ? അപ്പൊ ആ ഒരു വയസ്സ് വെച്ച് നോക്കുമ്പോ നമ്മൾ നാളിതുവരെ ജീവിച്ചതിന്റെ പകുതി ഇല്ല. നമ്മൾ ഓരോരുത്തർ വെച്ചാൽ അതിൽ എണ്ണപ്പെട്ടതേ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ ബാക്കിയുള്ള നമ്മള് എന്തിനാ നമ്മൾ മനസ്സിന് ഭയങ്കര സംഭവമാക്കണേ? ആർക്കും മുമ്പ് നമ്മൾ സംഭവമാണുള്ളത്. നമ്മുടെ മനസ്സിൽ അങ്ങനെ താഴ്മ വരുന്നില്ലേ? എങ്കിൽ ആ താഴ്മയില്ലാത്ത മനസ്സും കൊണ്ട് അള്ളാഹുവിന്റെ ഹറമിലേക്ക് പോയിട്ട് കാര്യമില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ. ഇവിടെ ഞങ്ങളുടെ കരിപ്പൂരിൽ കയറുന്നതിന് മുമ്പ് അല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പരിശുദ്ധമായ ഉംറയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും പൊരുത്തപ്പെടിപ്പിച്ച് സംശുദ്ധരാവണം. അപ്പോ നമ്മൾ ചിലപ്പോ പൊരുത്തപ്പെടിപ്പിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ, ആ ആളോട് പോയി അതിനു മാത്രം നമ്മൾ ചെയ്ത് കൂട്ടിണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ചിലപ്പോ ഡബിൾ പ്രശ്നമാവാനും ചാൻസ് ഉണ്ട് അല്ലെ? അനക്കാൻ പൊരുത്തം ജമ്മാതിരി കാട്ടൽ തന്നെ കാട്ടിക്കുട്ടി. അങ്ങനെ ചെല്ലുമ്പോ നമ്മളവിടെ പ്രഷറായിട്ട് അന്റെ പൊരുത്തം വേണ്ട കുരുത്തം വേണ്ട, ഞാൻ ഉംറക്ക് പോയി ചെയ്യുമ്പോൾ ഡബിള് അവിടെ അടുത്ത യുദ്ധം ഉണ്ടാക്കണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കുള്ള കൽപ്പന നിങ്ങൾ പൊരുത്തം ചോദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? സംശുദ്ധമായ ഹൃദയത്തോടെ ചെന്ന്, ഹബീബി ഞാനൊരു ഉംറക്ക് പോവുകയാണ്. ഉമ്മമാര്, പ്രിയപ്പെട്ട സഹോദരി, ഞാനിതിന്റെ ശുദ്ധ മലയാളത്തിൽ പറയണം, നിങ്ങളെ ഏത് ഭാഷയിലും പറഞ്ഞിട്ടാ, ഇനിയിപ്പോ ഇതേപോലെ തന്നെ പറഞ്ഞ ആകെ പാളി പോകണ്ട. അപ്പോ ഞാന് നാളിതുവരെ നമ്മൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികല്ലേ? ഞാൻ ഏതായാലും അള്ളാന്റെ ഹറമിലേക്ക് പോവാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ ജീവിതത്തിൽ സംശുദ്ധമാവണം ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം എന്റെ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഒന്ന് തുറന്ന മനസ്സുകൊണ്ട് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ അവർ എന്ത് പറഞ്ഞാൽ നമുക്കുള്ള കൽപ്പന എന്താ? നിങ്ങൾ പൊരുത്തം ചോദിക്കുക എന്നല്ലേ? അതവിടെ പൂർത്തിയായി. അങ്ങനെയായിരിക്കണം നമ്മളെല്ലാവരും പരിശുദ്ധമായ ഉംറയ്ക്ക് തയ്യാറാവേണ്ടത്. കേട്ടല്ലേ? എവിടെയെങ്കിലും പൊരുത്തം ചോദിച്ചോ? അപ്പൊ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ അതിനാവണട്ടാ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പോയി ഉംറ കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോ പോക്കറായിരുന്ന ഈ പോക്കറുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, വേറെ കുറെ നമ്മളെ ലക്ഷദ്വീപിലുണ്ടാവും അങ്ങനെ പല പേരുകളും. അപ്പൊ പോകുമ്പോ നമ്മള് നബീസുമായിരുന്നവർ തിരിച്ചു വരുമ്പോ ഖദീജ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പേര് മാറ്റണമെന്നല്ല, നമ്മുടെ ജീവിതം ഖദീജ ഉമ്മയുടെ ജീവിതം ആ സംശുദ്ധി പോലെ ആയിരിക്കണം. അതുപോലെ പോക്കര് പോയി തിരിച്ചു മുഹമ്മദ് ആയിരിക്കണം. ഹബീബിന്റെ സ്വഭാവ ശൈലികൾ,
ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച നടന്ന ഇരുന്ന ഹബീബിന്റെ ഓരോ മുക്കുമൂലകൾ നമ്മൾ ഓരോ സ്ഥലങ്ങളും കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും അതുപോലെയാവണം. ഹബീബായ തങ്ങൾ 3 വർഷത്തോളം പട്ടിണി കിടന്ന ശിഅബ് അബീ ത്വാലിബ് മലഞ്ചേരിയിലെ ചരിത്രം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം എന്താവണം? നല്ല വിശാല മനസ്കതയോടെ നിറകുടങ്ങളാവണം. ഇങ്ങനെ ആവണം നമ്മൾ. അതിനെ ഞാൻ പറഞ്ഞത് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? എല്ലാം പൊരുത്തപ്പിടിപ്പിച്ച് കഴിയണം. അവരുടെ അല്ലേ നിയ്യത്ത് റെഡിയാക്കി, സമ്പത്ത് റെഡിയാക്കി, എല്ലാവരും പൊരുത്തപ്പിടിപ്പിച്ചതാ. ഇനി നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഒരു തൗഫീഖ് എന്ന് പറഞ്ഞ സംഭവം. അതിനു വേണ്ടി നമ്മുടെയൊക്കെ നാടിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മഹാന്മാരുണ്ടാവും അല്ലെ? സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ കാവരൂരിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ തിരുപ്പനഞ്ചി ഉസ്താദ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വലിയായിരുന്നല്ലോ അല്ലെ? അങ്ങനെയുള്ള വലിയ വലിയ മഖാമുകളിൽ എണ്ണപ്പെട്ടവരെങ്കിലും ഒരു 4-5 പേരെ മഖാമിലൊക്കെ പോയി സിയാറത്ത് ചെയ്യാം, അവിടുന്ന് ദ്വാരക്കാം. എന്താ ദ്വാരക്കണ്ടേ? വെച്ചവനെ, ഞാൻ ഒരുപാട് കാലം കൊതിച്ചിരുന്ന പരിശുദ്ധമായ ഹറമാണ്. ആ ഹറമിലേക്കുള്ള വഴികളിൽ ഞാൻ ഇപ്പോൾ വഴികളിലുള്ളത്. എന്റെ വഴികൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. എനിക്ക് യാതൊരു അപകടം ഉണ്ടാവരുത്, ഒരു വിഷമം ഉണ്ടാവരുത്. ആ രീതിയിൽ എനിക്ക് പരിശുദ്ധമായ ഉംറ ചെയ്യാനുള്ള തൗഫീഖ് വേണം. അത് എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ വരുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അവരൊക്കെ സ്വപ്നം കണ്ടവരാ അല്ലെ? ആരും വെറുതെ മക്കൾക്ക് പോലെ ഇത് ഊട്ടിക്കും മൈസൂർക്കും അല്ലല്ലോ പോണേ. അപ്പൊ എല്ലാവരും നിന്റെ ഹറം സ്വപ്നം കണ്ടവരാ. എല്ലാവർക്കും റാഹത്തായ ഉംറ ചെയ്യണം. അതിനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ മഖാമിലൊക്കെ സിയാറത്തിന് പോവാം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ ഉസ്താദുമാരുണ്ടാവും അല്ലെ? നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ ഉണ്ടാവും. ആ ഉസ്താദുമാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ദീനീയായ കാര്യങ്ങളിൽ സമയങ്ങൾ ചെലവഴിക്കുന്നവർ. രാവിലെ മദ്രസ, അത് കഴിഞ്ഞാൽ പള്ളി, അത് കഴിഞ്ഞാൽ വീണ്ടും മദ്രസ, ഇങ്ങനെയാണ് അവരുടെ ജീവിതം. അവരോടൊക്കെ പറയാം, ഉസ്താദേ ഞാൻ ഇങ്ങനെ ഒരു ഉംറ ഉദ്ദേശിച്ചിട്ടുണ്ട്, അപ്പൊ എന്റെ ഉംറകളെല്ലാം റാഹത്തിലാണ്, ഉസ്താദ് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഗുണം അറിയാം? ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ദുആയോ ഏതെങ്കിലും ഒരു സിയാറയോ ഫലം ചെയ്താൽ മതി. അള്ളാഹു നിങ്ങളെ ഉംറ റാഹത്തിലാക്കട്ടെ ദ്വാരമ ചില വാക്കുകൾ എന്ത് ചെയ്യും? അതങ്ങോട്ട് സ്വീകരിക്കും. അത് മതി നമ്മുടെ ഉംറ വിജയിക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ നമ്മളെല്ലാവരും ഉസ്താദുമാരോട് പറഞ്ഞു, സിയാറകളെല്ലാം ചെയ്തല്ലേ മനസ്സുകൊണ്ട്. അപ്പൊ മനസ്സും കഴിഞ്ഞ് പോയിട്ട് ഞാൻ അങ്ങനെ പോകും, എന്റെ കൂടെ അങ്ങനെ പോരാ. ഓക്കെ അള്ളാഹ്. ഇനി നമ്മൾ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാമിലായ ബദർ മൗലിദ് കഴിക്കാം. കാമിലായ ഒരു ബദർ മൗലിദ് നമ്മളെ വീട്ടിൽ കഴിക്കാം. ഇതൊന്നും ഉംറയുടെ ഫർളല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടുന്ന് കയറി പോയി ഒറ്റയ്ക്ക് ചെയ്താലോ ഉംറ. ഞാൻ പറയുന്ന ഓരോന്നും നമ്മുടെ ഉംറ ഏറ്റവും പെർഫെക്റ്റിലേക്ക് എത്താൻ വേണ്ടി, അള്ളാഹ്ക്കും റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഉംറക്കാരെ നമ്മൾ പെടാൻ വേണ്ടി, അതിനല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ? എന്തെങ്കിലും വൈബില്ലാത്ത പോലെ ഭയങ്കര സ്ട്രോങ്ങിൽ കണ്ട സിമ്പിളായി ഇരുന്നോളൂ. മനസ്സിലായല്ലേ? അപ്പോ എല്ലാ യാത്ര ഫസ്റ്റ് എല്ലാം ഭയങ്കര സ്ട്രോങ്ങും, പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സിമ്പിൾ 2 ദിവസം കണ്ട് പരിചയപ്പെടുമ്പോഴേ പിന്നെ നിങ്ങൾ പിരിയുമ്പോൾ ഭയങ്കര കണ്ണീരായിരിക്കും. കുറച്ചോനെ കഴിഞ്ഞാൽ നമ്മളെ ഈ കഴിഞ്ഞ ബാച്ച് 3-4 ദിവസം പോരുമ്പോ അവരൊക്കെ പിരിയുമ്പോൾ അവർക്ക് പിരിയാൻ കഴിയുന്നില്ല അത്ര. അപ്പൊ അത് ആ നിലക്കാവും. ഒരു 15 ദിവസത്തെ അള്ളാന്റെ ഹറമിലേക്കുള്ള സുഹൃത്തുക്കളാണ് നമ്മളെല്ലാവരും അല്ലെ? ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ ആലോചിച്ച്, നമ്മുടെ നാട്ടിൽ കുടുംബശ്രീയുടെ ഒരു ടൂർ ഉണ്ട്, എവിടേക്ക്? ഊട്ടിക്ക്. അപ്പൊ ആ കുടുംബശ്രീ ടൂർ നമ്മളെല്ലാവരും കണ്ടുമുട്ടും. സങ്കല്പിക്കാം, ഇതിപ്പോ വ്യാപാരി വ്യവസായന്റെ ബിൽഡിംഗാണ് അല്ലെ? അപ്പൊ വ്യാപാരി വ്യവസായ ടൂർ ഉണ്ട്. ആ ടൂറിൽ ഇവിടുത്തെ ബിസിനസ്സുകാരെല്ലാം കണ്ടുമുട്ടും. അവരെല്ലാം ഊട്ടിക്ക് പോയി നല്ല പാട്ടുകൾ, ഡാൻസും അടി എൻജോയ് ചെയ്തു അല്ലെ? പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ആ ഒരു ടൂറും കൂടിയതൊരു കൂട്ടമാണ്, നമ്മളും കൂടുന്ന ഒരു കൂട്ടമാണ് അല്ലെ? പക്ഷെ എന്താ മാറ്റം അറിയോ? നമ്മൾ അള്ളാന്റെ ഹറമിലേക്കുള്ള കുടുംബമാണ് ആക്കിയത്. മറ്റൊന്നും എന്താ? മറ്റു ദുന്യവിയായ കാര്യത്തിന് അല്ലെ? പരിശുദ്ധമായ റൗള കിടക്കുന്ന പരിശുദ്ധ മദീനയിലല്ലേ? ആ റൗള സ്വർഗത്തിലുള്ളതാണ് എന്നും അല്ലെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് വരും എന്നും പറഞ്ഞ പരിശുദ്ധ റൗള തുടങ്ങി ഒരുപാട് ഹബീബായ തങ്ങളുപ്പാപ്പയോടുള്ള ആ ഒരു സലാം പറഞ്ഞ് തുടങ്ങി എല്ലാം കിടക്കുന്ന പുണ്യഭൂമിയിലേക്കുള്ള കൂട്ടുകാരാണ് നമ്മൾ. അപ്പൊ നമ്മളെല്ലാവരും കുടുംബം പോലെ പോകണം. നിങ്ങളെല്ലാവരും ഒരു മകനെ പോലെ തന്നെ കാണണം. ഇവനെ അബ്ദുറഹ്മാൻക്കും മകനെ പോലെ, അനിയനെ പോലെ കണ്ടാലും അതിന് ബാക്കി വല്യപ്പാറെ കണ്ട ഒരു മകനെ പോലെ തോന്നില്ലേ? ഇല്ലേ? നിങ്ങൾ വലിയ മൊയിലരെ കണ്ടപ്പോ എന്താ പ്രശ്നം അറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം, എങ്ങനെയപ്പോ ആ മൊയിലോട് ചോദിക്കാം എന്ന് വരും. അത് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്ത് കാര്യം തുറന്ന് ചോദിക്കാം, മനസ്സിലാക്കാം. ഒരു പ്രതിസന്ധി വന്നാൽ ഉസ്താദിനോട് തുറന്ന് പറയാൻ മനസ്സിലാക്കാം. അതിനല്ലേ നമ്മൾ കൂടെ വരുന്നത്
അല്ലെ? അതേ സമയത്ത് മുമ്പ് ഏതോ ഒരു ഫാമിലി പറഞ്ഞ ഞാൻ കേട്ട് അവർക്ക് എന്തൊക്കെയോ സ്ഥലങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ഉസ്താദിനോട് ചോദിക്കാൻ പേടിയായി. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? എന്തുകൊണ്ടാ പേടി വരുന്ന അറിയോ? നിങ്ങളുടെ മനസ്സിൽ ഉസ്താദ് ഒന്ന് വേറെ നമ്മളൊന്ന് വേറെ ആകുമ്പോഴാ ഒരു സന്തോഷമായ കുടുംബം പോലെയാണ് പോകുന്നത്. അങ്ങനെ പോയി തിരിച്ചു വരുന്നത് മനസ്സുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ത് വിഷയങ്ങളും ചോദിക്കാം, അറിയാം, മനസ്സിലാക്കാം. അള്ളാഹു അങ്ങനെയുള്ള നല്ല സംശുദ്ധമായ ഭാഗ്യവാന്മാരെ നമ്മെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതായാലും ഇപ്പൊ നമ്മെല്ലാവരും എവിടെ ഉള്ളത്? ഇപ്പം ഇവിടെ ഉള്ളത് ഞാൻ പോവാണ് മനസ്സുകൊണ്ട്. ഇപ്പൊ നമ്മൾ സമ്പത്ത് നീയത്ത് റെഡിയാക്കി, സമ്പത്ത് റെഡിയാക്കി, പൊരുത്തപ്പെടിപ്പിച്ചു, ഉസ്താദന്മാരെ സിയാറത്ത് ചെയ്തു. ബദറിന്റെ അവിടെ നിന്ന് പോയതല്ലേ? ബദരീങ്ങളെ പേരിൽ കാമിലായ ബദർ മൗലൂദ് നമുക്ക് കഴിക്കാം. കാമിലായ ബദർ മൗലൂദ് ഉസ്താദന്മാരെ തന്നെ വിളിക്കണമെന്നില്ല, കാമിലായ ബദർ മൗലൂദ് ആവണം. ഇപ്പൊ നമ്മൾ ഉപ്പാർക്കും ഉമ്മാർക്കും ഒക്കെ എല്ലാവർക്കും ചൊല്ലാൻ കഴിയൂലേ? നമ്മൾ സ്വന്തം ചൊല്ലിയാലും മതി, അതല്ലെങ്കിൽ ഉസ്താദന്മാരെ വിളിച്ചാൽ വളരെ ഉഷാറായി. എന്തായാലും തിരക്കുള്ളവരെ വിളിക്കരുത്. അതായത് ആ ബദർ മൗലൂദ് ബദരീങ്ങളെ പേര് മാത്രം ഓതി പോകണ ആ സിസ്റ്റം അല്ല, കാമിലായ ചേർക്കണം. അങ്ങനെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ? ബദരീങ്ങളെ കാവല് നമുക്കുണ്ടാവും. നമ്മൾ യാത്ര പോകണ്ടേ? നമുക്ക് ബദർ യുദ്ധം നടന്ന രണാങ്കണം കാണണ്ടേ? ഘോരമായ യുദ്ധത്തിൽ എന്തെല്ലാം സംഭവിച്ചു, ഓരോ സ്വഹാബത്തും എങ്ങനെയായിരുന്നു ഷഹീദായത്, അതല്ലെങ്കിൽ മറ്റു അബൂജഹലും ഉത്ബത്തും ശൈബത്തൊക്കെ എങ്ങനെ അവരൊക്കെ എന്തായി, അവര് ഈ ലോകത്തിന് ചത്ത് ഇല്ലാതെയായി പോയി. ഇതെല്ലാം നമുക്ക് കാണാം. അന്ന് ബദർ യുദ്ധത്തിൽ ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് ടെന്റ് കെട്ടിക്കൊടുത്ത മൈന്യൂട്ട് പോയിന്റ് നമുക്ക് ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ കാണാം. ഹബീബായ തങ്ങളുപ്പാപ്പയും സുഹാബത്തിനും അന്ന് ബദർ രണാങ്കണത്തിലേക്ക് മലായിക്കത്തുകൾ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചില്ലേ? ഇല്ലേ? എല്ലാവരും കേട്ടല്ലേ? ആ ബദർ രണാങ്കണത്തിലുള്ള മല, ജബലു മലായിക്ക, പുണ്യമാക്കപ്പെട്ട ആ മല, ഇതെല്ലാം കാണണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ബദർ മൗലിദ് എല്ലാവരും കാമിലായിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലുണ്ടാവണം കേട്ടോ, ഓർമ്മയില്ലേ? ഇനി നമ്മൾ എല്ലാവരും മനസ്സ് ആഗസ്റ്റ് 4 വരിക, ആഗസ്റ്റ് 5 വരിക കേട്ടാ. നിങ്ങളെ മനസ്സ് ആഗസ്റ്റ് 2 വന്നായി. അപ്പോ നിങ്ങൾ ഒരു ഫാമിലി, 2 ഫാമിലി ഉണ്ട്, നിങ്ങളും ഭാര്യ. ഓക്കെ അതിനെ പറഞ്ഞിരുന്നു അവരിങ്ങനെ വിഷയം. ഏതായാലും ആഗസ്റ്റ് 5 നമ്മളെ മനസ്സ് വരട്ടാ. നിങ്ങളെ പോലെ നിങ്ങളെ മനസ്സ് കൊണ്ടുപോയിട്ടാ. അപ്പൊ ഇനി നമ്മൾ എല്ലാവരും അന്ന് മുതലുള്ള ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്. പറഞ്ഞു പോയിട്ട് ഒരു ഉംറ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു പോരാ. എന്നിട്ട് നമ്മൾ എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ ബാക്കി ആരെല്ലാം വൃത്തിയായി പറയട്ടാ. പോലെ മനസ്സുകൊണ്ടൊരു ഉംറക്ക് പോവല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹ്. അപ്പൊ ആഗസ്റ്റ് 5 നമുക്ക് എല്ലാവർക്കും പോവേണ്ട സമയം വൈകുന്നേരം 3 മണിക്ക് കൃത്യം എയർപോർട്ടിൽ എത്തണം. വൈകുന്നേരം 3 മണിക്ക് കേട്ടാ. അപ്പൊ നമ്മൾ ആഗസ്റ്റ് 5 അന്ന് രാവിലെ, ഇപ്പൊ നിലവിൽ നമ്മൾ ഈ പറഞ്ഞെല്ലാം ചെയ്ത് തയ്യാറായിരിക്കാം. അങ്ങനെ തയ്യാറായിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുക? ആഗസ്റ്റ് 5 നേരത്തെ സമയത്ത് നമ്മൾ കുളിച്ച് റെഡിയായിട്ട് തയ്യാറായിരിക്കാം. അതായത് അന്ന് നമ്മളെ കാണാൻ വേണ്ടി പലരും വരും. സ്വാഭാവികല്ലേ, നമ്മളെ കാണാൻ വേണ്ടി യാത്ര പോവല്ലേ. അപ്പൊ നമ്മൾ അയൽവാസികള് എന്ത് ചെയ്യും? ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരും. അവരൊക്കെ അങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും വന്ന് നിൽക്കുന്ന സമയത്ത് കുളിക്കാൻ പോലെ അത് മാറ്റിയിട്ട് നേരത്തെ കുളിച്ച് റെഡിയാവും. ആ കുളി എന്താവണം? സമ്പൂർണമായ കുളിയായിരിക്കണം. അതായത് ശരീരമാസകലനം ഉള്ളും പുറവും സംശുദ്ധമാക്കിയുള്ള കുളിയായിരിക്കണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വൃത്തിയാക്കാളല്ല, ഏരിയും വൃത്തിയാക്കണം എന്നർത്ഥം. ഓക്കെ, നമ്മളുടെ പുറത്ത് മാത്രം മിനുക്കിയിട്ട് അതല്ല വേണ്ടത്. നമ്മൾ പൂർണ്ണ അള്ളാന്റെ ഹറമക്കാം അല്ലെ? അപ്പൊ നല്ല സംശുദ്ധമായ ഹൃദയം, സംശുദ്ധമായ ശരീരം, സംശുദ്ധമായ വസ്ത്രം, എല്ലാം വൃത്തി. അങ്ങനെ വൃത്തിയോടായിരിക്കണം. നമ്മൾ നേരെ വൃത്തിയാക്കുക, നഖങ്ങളെല്ലാം വെട്ടുക, വൃത്തിയാക്കുക. എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു, ഈ നിയ്യത്തോടെ നമ്മൾ കുളിക്കാം. ഓക്കെ, ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു നിയ്യത്തായിരിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കുളിച്ചു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല റാഹത്തോടെ ഒരു വുളു എടുത്ത് തയ്യാറായിരിക്കാം. എന്നിട്ട് യാത്രയുടെ മുമ്പ് നമ്മൾ എല്ലാവരും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. യാത്ര മുമ്പ് സുന്നത്തല്ല, ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. അതൊന്നും പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല, വിഷയത്തിലേക്ക് വരട്ടോ. അപ്പൊ ഞാനിപ്പോ പറയുന്നത് നമ്മളൊരു ഉംറ എന്നുള്ള അമലിനെ കുറിച്ച് മാത്രമല്ല, എങ്ങനെയാ നമ്മുടെ യാത്ര എന്നുള്ള ഫുൾ ഷെഡ്യൂളാ പറയുന്നട്ടാ. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ നമ്മൾ നേരെ കുളിയെല്ലാം കഴിഞ്ഞു, നമ്മൾ നിസ്കാരം കഴിഞ്ഞു. ആത്മാർത്ഥമായ റബ്ബിനോട് ദുആ പഠിച്ചോനെ, എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ വരുന്നത്. ഒരുപാട് പേരെ കുറിച്ച് സംഭവങ്ങൾ, അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് അള്ളാന്റെ ഹറമിൽ എത്താത്തവരെ കുറിച്ച്. അതുകൊണ്ട് അങ്ങൊന്നും ആവരുത്. ഇത്ര വരെ എത്തിച്ചല്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും പഠിച്ചോനെ ഒരു വിഷമമില്ലാതെ റാഹത്തോടെ ഉംറ ചെയ്യണം.
എന്നുള്ള ആത്മാർത്ഥമായ നെയ്യത്തോടെ നമ്മൾ എന്ത് ചെയ്യുക, റബ്ബിനെ ദുആർക്കുക. രണ്ടാമത്തത്, ഞാൻ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും, അതല്ലെങ്കിൽ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും ഞാൻ നിന്നെ തവക്കുലാക്കുന്നു, അല്ലാഹ് നിന്നിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായി ദുആർക്കുക. ഇപ്പൊ നമ്മളെല്ലാവരും ദുആ ചെയ്തിരിക്കേണ്ട അല്ലേ? അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കാണാൻ വേണ്ടി പലരും വന്നിട്ടുണ്ടാവും. നമ്മളെ വീട്ടിൽ പലരും, നമ്മുടെ പേരക്കുട്ടികൾ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഈ സമയത്ത് അസ്വദഖത്തു റദ്ദുൽ ബലായ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളാ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു സ്വതക്ക ചെയ്യുക. സ്വതക്ക എന്നുള്ളത് അത് നിങ്ങളുടെ ആപത്തുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രക്ഷപ്പെടുന്നു. അപ്പൊ നമ്മൾ പോകുന്ന വലിയൊരു യാത്ര അല്ലേ, ആ യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാവരുത് അല്ലെ. അതിന് വേണ്ടി എന്ത് ചെയ്യാ, നമ്മൾ ചെറിയ ചെറിയ ഹദിയ, അവിടെ ഉള്ളവരെന്ന നാട്ടിലേക്ക് മൊത്തമല്ല ഉദ്ദേശം, നമ്മളെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും അവിടെ. സ്വാഭാവികല്ലേ, ഇതിൽ എല്ലാ ഉമ്മാർക്കും പേരക്കുട്ടികളല്ലേ, അല്ലെങ്കിൽ 80% ഉമ്മാർക്കില്ലേ. ഉള്ളവർ അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ഇല്ലാത്തവർ സ്വന്തം മക്കളെയും മനസ്സിലാക്കാം. അതും കൂടി ഇല്ലാത്തവർ കുറവായിരിക്കുമല്ലോ. ഏതായാലും അവരൊക്കെ എന്താണ്, നമ്മുടെ വല്യപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ഉപ്പ ഉമ്മർക്ക് പോലെ ആ ഒരു സന്തോഷത്തിലേക്ക്, അവർക്ക് ഉമ്മറൊന്നും അറിഞ്ഞിട്ടല്ല, എന്തായാലും ഒരു യാത്ര പോലെ. അപ്പൊ നമ്മൾ 10 രൂപയ്ക്ക് 10 രൂപ അവർക്ക് കൈമടക്കി അല്ലെങ്കിൽ കീശ വെച്ച് കൊടുത്താൽ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. ശരിയല്ലേ? അപ്പൊ അവരെ മനസ്സിൽ ദുആണ്ട്, ഇങ്ങനെ എൻ്റെ വല്യപ്പ എന്നും ഉമ്മറക്ക് പോയാലേ, മനസ്സിലായല്ലേ? പക്ഷേ മഹാന്മാർ പറയുന്നത് കാണാം, ഉസ്താദ്മാർ പറയുന്നത് കാണാം, ആ ദുആ ഉണ്ടല്ലോ ഭയങ്കര അസറുള്ള ദുആ. കാരണം നാവ് കൊണ്ട് ഇന്ന് വരെ കള്ളം പറയാത്ത കുഞ്ഞുങ്ങൾ, നാവ് കൊണ്ട് ഇന്ന് വരെ ഹറാമ് സംസാരിച്ചിട്ടുണ്ടാവില്ല, അവര് മറ്റുള്ളവരുടെ ഗീബത്ത് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അവരെ കണ്ണുകൾ സംശുദ്ധമാണ്, അവരുടെ ഹൃദയങ്ങൾ സംശുദ്ധമാണ്. ഈ കുഞ്ഞുങ്ങളോട് ആ ഒരു വാക്കുണ്ടല്ലോ, ആ ദുആ അള്ളാഹ് പെട്ടെന്ന് സ്വീകരിക്കും. നമ്മൾ ഉസ്താദന്മാരൊക്കെ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു സ്വതക്ക നമുക്ക് പിന്നെയും പലപ്പോഴും അള്ളാഹിന്റെ ഹറമിലേക്ക് പോകാൻ അവസരമാവാൻ അതൊരു കാരണമായിരിക്കും എന്നും ഉസ്താദന്മാരൊക്കെ പറയുന്നതായി കാണാം. അതുകൊണ്ട് അതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ഹദിയ കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ഹദിയ കുറിഞ്ഞ് ഇറങ്ങാൻ നിൽക്കട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ 3 മണിക്കാണ് എയർപോർട്ടിൽ എത്തേണ്ടത്. അപ്പൊ നിങ്ങൾ പോകാൻ ഉസ്താദെ നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങേണ്ടത് ചോദിക്കേണ്ട ആവശ്യമില്ല. എയർപോർട്ടിൽ എത്തേണ്ട സമയം 3 മണി. ഓക്കെ, എയർപോർട്ടിൽ എത്തേണ്ട സമയം ഞാനീ പറയുന്നത് കേട്ടോ. ചിലപ്പോ ഇതിലിപ്പോ കോഴിക്കോട് നിന്ന് വരുന്നവരുണ്ടാവും, പല നാട്ടിൽ നിന്ന് വരുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ സമയം നിങ്ങളാണ് നോക്കേണ്ടത്, എത്തേണ്ടത് 3 മണി. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരോടും നമ്മൾ സലാം പറഞ്ഞ്, അങ്ങനെയല്ലേ പൊതുവെ കണ്ടുപരിചയമല്ലേ. അതായത് ഇപ്പൊ നമ്മളെ ഉമ്മർക്ക് ആണെങ്കിൽ അവിടെ എല്ലാവരും നടന്ന് സലാം കൊടുത്ത്, അങ്ങനല്ലേ. എന്നാ അങ്ങനെ ആവാൻ പാടില്ല. അതാ പറഞ്ഞത്, എന്തോ സാർ അങ്ങനെ തന്നെ അല്ലേ, സലാം പറയണല്ലാണ്. പക്ഷെ എന്താണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രവണത ഉണ്ട്. അതായത് നമ്മളെ ഉമ്മർക്ക് പോവാ, നമ്മളെ മൂത്തച്ഛൻ്റെ ഇളച്ചിൻ്റെ നാത്തൂരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും അവിടെ അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ഞാനാ ഉമ്മർക്ക് കൊണ്ട് സങ്കല്പിക്കാം. അപ്പൊ ഞാൻ പോകുമ്പോ എന്താ ചെയ്യാ, എല്ലാവരും ഉണ്ട്. ഞാൻ പോകുമ്പോ ആരും ഉണ്ടാവില്ല, അത് വേറെ വിഷയം. അപ്പൊ നിങ്ങൾ പോകുമ്പോ എല്ലാവരും ഉണ്ടാവില്ല. ഞാൻ പോകുമ്പോ ഞാൻ എൻ്റെ പ്രിയതമയും മാത്രം ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പോകുമ്പോ എല്ലാവരും കാണാൻ വരില്ലേ. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ ചിലപ്പോ നമ്മള് വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി, ആ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അന്ന് ചെറിയ കുഞ്ഞായ ഇളച്ചൻ, ഈ വല്യമാരുടെ പറയണം, അവര് വരെ ഉണ്ടാവും അവിടെ. അപ്പൊ ആ കുഞ്ഞിനെ നമ്മള് മോനെ പോലെ വളർത്തിനോ ചിലപ്പോ. അപ്പൊ ഇങ്ങനെയുള്ള പലരുണ്ടോ. നമ്മളിങ്ങനെ പൊതുവിൽ സലാം പറിച്ചിട്ടുണ്ട്, എല്ലാവരും നടന്ന് സലാം പറയാം. കാരണം നമ്മൾ പോണ അള്ളാഹ് ഹറമക്കല്ല. അപ്പൊ അവർ ഇഖ്ലാസോടെ എല്ലാവരും കയ്യൊക്കെ പിടിച്ച് എല്ലാവരും മുസാഫത്തൊക്കെ ചെയ്ത് അങ്ങനെ സലാം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അള്ളാന്റെ ഹറമക്കല്ലേ നമ്മൾ പോണേ. ആദ്യം തന്നെ ഒരു ഹറാമിലൂടെ തുടക്കമായി ഒരിക്കലും പാടില്ല. അതായത് അന്യവരല്ലേ. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ സ്വന്തം ഭർത്താവ്, നമ്മുടെ മക്കൾ, നമുക്ക് എന്താണ് ഹലാലായോട് നമ്മൾ സലാം പറയാം. അല്ലാത്തവർ പൊതുവില് എല്ലാവരും ദുആ ചെയ്യാണ്ടാവുന്ന പൊതു സലാം പറയാം. മനസ്സിലായില്ലേ? ഇങ്ങനെ ആവുമ്പോൾ എന്തെല്ലാം നമുക്ക് പ്രശ്നങ്ങളില്ലാന്ന്. ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്. നടന്ന ഒരു ഇത്താത്ത എല്ലാവരും സലാം പറയുന്നത്. എൻ്റെ അകന്നൊരു കുടുംബത്തിലുള്ള സംഭവമാണ്. എല്ലാവരും അവിടെ ഉള്ള എല്ലാവരും ഉണ്ട്, ഇളച്ചണ്ട് മൂത്തച്ഛണ്ട് എല്ലാവരും ഉണ്ട്. എങ്ങനെയൊന്നും ശരിയാവാ, അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു കാക്കുമാറാവട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും തയ്യാറായി. ഇപ്പൊ മനസ്സുകൊണ്ട് തയ്യാറായില്ലേ? ഇപ്പൊ നമ്മളെല്ലാവരും എവിടെ ഉള്ളത്? വീട്ടിൽ നിസ്കരിച്ചിരിക്കല്ലേ? നിസ്കരിച്ചെല്ലാം കഴിഞ്ഞ് സലാം പറഞ്ഞു. ഇനി എല്ലാവരും നേരെ എന്ത് ചെയ്യാ, നമ്മളെ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി എയർപോർട്ടിലേക്കുള്ള യാത്ര അല്ലെ. എല്ലാവരും വലത് കാൽ വെച്ചുകൊണ്ട് നേരെ ഇറങ്ങി നേരെ വാഹനത്തിൽ കയറുക അല്ലെ. എല്ലാം കേട്ടുപിടിച്ചിട്ടുണ്ടല്ലേ. എല്ലാവരും അറിവുള്ളവരാണ്. അറിയാം, ഇടയ്ക്കും നിങ്ങൾക്ക് അഥവാ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്, ശ്രദ്ധ വിട്ടുപോവാക്കാൻ വേണ്ടി അല്ലേ. വലുത് കാലല്ലേ ഹബീബി?
കുറച്ചാൾക്കാർ വലുതാണ്, കുറച്ചാൾക്കാർ അടുത്താണ്. ഏതൊക്കെ സ്വീകരിക്കാം? എടുത്തോ ഉണ്ടാവും വലുത് കഴിച്ച പ്രശ്നം. അപ്പോ എല്ലാവരും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാല് വെച്ച് ഇറങ്ങും അല്ലെ. അത് നമ്മൾ അറിവില്ലാത്തവർ അഥവാ അശ്രദ്ധ വന്നവർക്ക് പറഞ്ഞാ. ഇനിയിപ്പോ ഒരാൾ വലുത് കാലിച്ച് ഇറങ്ങി എന്നാലോ എന്നാലോ നിങ്ങൾ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം? അവ ബാക്കിൽ നിന്ന് പുതിയ വിളിച്ചത് പുതിയ കേൾക്കാം അന്ന് രണ്ടാമത് ഇറങ്ങിക്കോ. ഇങ്ങനൊന്നും ആക്കണ്ട. വലത് കാല് വെച്ച് ഇറങ്ങിച്ച് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായി? അഫ്ളലായ രൂപം നമ്മൾ ഇടത് കാല് വെച്ച് ഇറങ്ങണം കേട്ടാ. അങ്ങനെ നമ്മൾ യാത്ര പോകുന്നു. അവിടെ നിന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തി അല്ലെ. എല്ലാവരും കരിപ്പൂർ എയർപോർട്ടിൽ എത്തുകൊണ്ട. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി നമുക്ക് തരുന്നതാണ് ഇതുപോലെ ടാഗ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിൽ, നിങ്ങൾക്ക് ബുറാക്കിന്റെ പേരിൽ ഇതുപോലെ ടാഗ് ഉണ്ടാവട്ടാ. ഈ ടാഗ് നമുക്ക് ആദ്യമായി ലഭിക്കും. അതുപോലെ നമ്മുടെ വിസയും ടിക്കറ്റും നമുക്ക് ലഭിക്കും. വിസയും പാസ്പോർട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ പാസ്പോർട്ട് കയ്യിലുണ്ടോ? ഉണ്ടോ? നിങ്ങളുണ്ടോ? നിങ്ങൾ കയ്യിലുണ്ട്? അവിടെ കൊടുക്കാളല്ലേ? ഇവിടെ തരാണോ? ഓക്കെ, ഏതായാലും വിസയും പാസ്പോർട്ടും ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് അല്ലെ. ഹസനന്റെ അല്ലാതെ നമ്മുടെ കയ്യിലുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ തരും കേട്ടാ. തന്നു കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടാഗ് നമ്മളെ കഴുത്തിൽ നിന്ന് പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായി പോകരുത്, ഒഴിവാക്കാൻ പാടില്ല. ഇത് തിരിച്ച് കരിപ്പൂരിൽ എത്തുന്നത് വരെ നമ്മളെ കഴുത്തിൽ ഇത് വേണം. നിങ്ങൾ ഹലാലിന് പോകുമ്പോൾ ഒഴിവാക്കാം, കുളിക്കുമ്പോൾ ഒഴിവാക്കാം. ഞാൻ പറഞ്ഞത് കിടക്കുമ്പോഴും ഒഴിവാക്കാം. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മുഴുവൻ സമയം ഇത് വേണം. ഇതിലെന്താ ഉള്ളത്? ഇതിന്റെ ഫോട്ടോ. ഇതല്ല ഉദ്ദേശം. ഇത് ഫോട്ടോ അല്ല വിഷയം. ഇത് നിങ്ങൾ ഏതു സ്ഥാപനത്തിൽ നിന്ന് വരുന്നവരാ? ഹസന ട്രാവൽസ് അല്ലെ. നിങ്ങൾ ഏതു രാജ്യക്കാരനാന്നുള്ള കോഡ് ഇതിലുണ്ടാവും. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ഇതിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ എവിടെയും കുടുങ്ങിക്കഴിഞ്ഞാൽ, അന്യ രാജ്യത്തേക്കല്ലേ നമ്മൾ പോകുന്നത്, സ്വാഭാവികം നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കലാം കിട്ടൂല അല്ലെ. കലാം ആരെന്ത് പറയാൻ കഴിയുന്നവരുണ്ടാവും. ഇല്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. എവിടെയും കുടുങ്ങിക്കഴിഞ്ഞാൽ ഓൺലി അറബി, പിന്നെ മറ്റേ ഉറുദു ഉള്ളവർക്ക് പിന്നെയും രക്ഷപ്പെടാം. ഹിന്ദി ഉറുദു ഉള്ളവർ അതും കൂടെ ഇല്ലെങ്കിൽ കഴിഞ്ഞ്. അപ്പൊ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് എന്നുള്ളതും, നിങ്ങൾ ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതും, നിങ്ങൾ ഏത് സ്ഥാപനമാണ് എന്നുള്ളതും, നമ്മളിലേക്ക് എത്തിക്കാനുള്ള കോണ്ടാക്ട് നമ്പർ എല്ലാം ഇതിലുണ്ടാവും. മനസ്സിലായില്ല? അതുകൊണ്ട് ഇതൊരു കാരണവശാലും ഒഴിവാക്കരുത്. ഓക്കെ, ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഹലോ 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 ഹലോ. അപ്പോ അന്ന് നമ്മൾ കൂടെ ഉണ്ടാവും. പക്ഷെ കൂടെ ഉണ്ടാവുമെങ്കിലും നമ്മൾ സ്വന്തമായ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്, നേരത്തെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? ഇനി നമുക്ക് വിസയും പാസ്പോർട്ടും കിട്ടും. ആ വിസയും പാസ്പോർട്ടും കരിപ്പൂരാണ് കയറി ജിദ്ദ എയർപോർട്ടിന്റെ പുറത്തിറങ്ങണ വരെ പലയിടത്തും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ എവിടെ കൊടുത്താലും നമ്മൾ എന്തായി പോയത്? ഹലോ, ഈ മൈക്ക് നമുക്ക് പറ്റുള്ളൂ. എവിടെ കൊടുത്താലും നമ്മള് തിരിച്ചു വാങ്ങാൻ മറന്നു പോകരുത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അത് മൊത്തത്തിൽ പുകട്ട പോലെ തോന്നുന്നു നമുക്ക്. മുസ്ലിയാർക്ക് തന്നെ മനസ്സിലായില്ല തോന്നുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടത്, എവിടെ കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യാം? തിരിച്ചു വാങ്ങാം. ജിദ്ദ എയർപോർട്ടിൽ പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു വാങ്ങും. അതുവരെ എവിടെ കൊടുത്താൽ, ഇത് പറയാൻ കാരണം എന്താ അറിയോ? ഇതൊന്നും എന്റെ കയ്യിലുണ്ടാവും. കരിപ്പൂർ എയർപോർട്ട് നിങ്ങൾ കയ്യിൽ തരും. നമ്മൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമാണ് ഇതെല്ലാം നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാം തന്നു. അവിടെ നമ്മൾ നിർദ്ദേശങ്ങളാണ് തന്നു. നമ്മൾ നേരെ അകത്തേക്ക് കയറാം. ഇൻഷാ അല്ലാഹ് അതിന്റെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും? വാട്സപ്പിലേക്ക് അയച്ചിട്ടാ. അകത്തേക്ക് കയറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സംഗതി നമ്മളെ യാത്രയിൽ ഒരുപാട് കപ്പിൾസ് ഉണ്ടാവും അല്ലെ. കപ്പിൾസ് കുറവാണോ? ആകെ നമ്മൾ അബ്ദുറഹ്മാൻ ഹബീബ് നിങ്ങള് ഉമ്മയല്ലേ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് പിന്നെ ലക്ഷദ്വീപരൊക്കെ ഉണ്ടാവും ഫാമിലി. അപ്പം പുതിയാപ്പാർക്കും പുതിയവർക്കും സ്വഭാവം ഇതൊരു കപ്പിൾസ് ആണ്. അപ്പം പുതിയാപ്പാർക്കും പുതിയവർക്കും സ്വാഭാവികമായിട്ടും അവനാന്റെ പെണ്ണിന്റെ എത്തിരിക്കാൻ ആഗ്രഹം ഉണ്ടാവാം. ഇതൊക്കെ ഒരു സ്വാഭാവികമുള്ള ആഗ്രഹം അല്ലേ. ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവല്ലേ. അപ്പൊ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞത്, എയർപോർട്ട് അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ഭാര്യന്റെ പാസ്പോർട്ടും ഒരുമിച്ച് വെക്കണം. എന്ന് പറഞ്ഞാൽ ഉസ്താന്റെ ഭാര്യന്റെ പാസ്പോർട്ട് ഉസ്താൻ കയ്യിലായിരിക്കണം. അതായത് നമ്മളിവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഭാര്യ മുമ്പിലും ഉസ്താദ് കുറെ ബാക്കില്, എന്നിട്ട് പിന്നെ ഫ്ലൈറ്റിന്റെ സീറ്റിൽ എത്തുന്ന സമയത്ത് എനിക്കെന്റെ പ്രിയതമന്റെ കൂടെ വേണം പറഞ്ഞാൽ കിട്ടൂല. മറന്നു പോകരുത്. ഇത് ഞാൻ പറയാൻ കാരണം അറിയോ? ഫാമിലികൾക്ക് സ്വാഭാവികം അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. ഇനി ഭാര്യ ഭർത്താവിന് പോട്ടെ, ചിലപ്പോൾ നമ്മൾ അയൽവാസികളുണ്ടാവും ഇതില് അല്ലെ, അല്ലെങ്കിൽ ചങ്കല ചോരകളായ കൂട്ടുകാരികളുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് പാസ്പോർട്ട് ഉണ്ട് ഒരുമിച്ച് പിടിക്കണം, ഒരുമിച്ച് കൊടുക്കണം. 4 ആളുള്ള ഫാമിലിയാണ്, ഒരുമിച്ച് സീറ്റ് വേണോ? ഞങ്ങൾ 4 പേരും ഒരു ഫാമിലിയാണ്.
ഇതൊന്നും എനിക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവിടെ റോളില്ല. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരാളാണ്. നമ്മൾ എയർപോർട്ടിനകത്ത് കയറുന്നത് മുതൽ ഞാനും നിങ്ങളെപ്പോലത്തെ യാത്രക്കാരാണ്. അവിടെ മുതിർന്നൊരു ബലമൊന്നുമില്ല. ഓക്കെ, ഇൻഷാ അവിടുന്ന് പറഞ്ഞുതരും. എങ്കിലും ഒരു കോമൺ ആയി ഓർമ്മയുണ്ടാവാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരും നേരെ എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ്, ബോർഡിംഗ് നമ്മൾ ലഗേജ് എല്ലാം വെച്ച്, ലഗേജിനെ കുറിച്ച് വേറെ തന്നെ പറഞ്ഞു കേട്ടോ. അകത്ത് കയറി ഇപ്പം നേരെ പോകുന്നത് ഒരു ഉംറക്കാണ്. അങ്ങനെ അകത്തെല്ലാം കയറി നമ്മളെ എമിഗ്രേഷൻ കഴിഞ്ഞു നേരെ പോകുന്നത് അതിൻ്റെ അകത്ത് പള്ളിയുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അവിടെ നിന്ന് നമ്മൾ പോയി ഇഹ്റാമിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഇഹ്റാം ചെയ്യാൻ വേണ്ടി എല്ലാവരും പുരുഷന്മാരെല്ലാവരും ഇഹ്റാമിന്റെ വസ്ത്രം വിട്ട് പുറത്തേക്ക് വരുന്നു. ഉമ്മമാരെല്ലാവരും അതുവരെ ഇതുപോലെ നിഖാബിലായിരിക്കാം കേട്ടോ. മാഷാ അല്ലാഹ്, അള്ളാഹു ഇതുപോലെ നിഖാബിലായി നമുക്ക് അള്ളാഹിന്റെ ഹറം മുഴുവൻ കണ്ട് തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മൾ നിഖാബ് ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹിന്റെ ഹറമിലായിട്ട് പ്രത്യേക ഒരു ആനുകൂല്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അള്ളാഹിന്റെ ഹറമിന് ഒരു ഇബാദത്ത് ചെയ്താല് 10 ലക്ഷം 1 കോടി എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ഏത് മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട്, ഇതേ ഹറമിൽ വെച്ചുകൊണ്ട് ഒരു അന്യ പുരുഷൻ നമ്മളെ കണ്ട് ഒരു ചെറിയ ശതമാനം അവന്റെ മനസ്സിൽ മോശമായ ചിന്ത വന്നാൽ തന്നെ ഇതേ കുറ്റം ഓപ്പോസിറ്റ് ഉണ്ട്. ആലോചിച്ചു, ഇല്ലാത്ത പൈസ മുടക്കി പോയിട്ട് കുറ്റം വാങ്ങാൻ വേണ്ടി പോകും. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, നിഖാബ് ധരിക്കാൻ എല്ലാവരും. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? നിഖാബ് ധരിക്കണം. നമുക്ക് അള്ളാഹുടെ അനുഗ്രഹമല്ലേ അള്ളാഹിന്റെ ഹറമിൻ. അത് എന്താണ്? അള്ളാഹ് ഇഷ്ടപ്പെട്ട കോലത്തിലാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ സ്ത്രീകൾ എല്ലാവരും മുഖവും മുൻകൈയും തുറന്നിടണം. അപ്പൊ ഇനി നമ്മൾ എല്ലാവരും ഇഹ്റാം ചെയ്യുകയാണ്. എല്ലാവരും ഞാൻ നിയ്യത്ത് വെച്ചാൽ എന്റെ കൂടെ ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇങ്ങനെ തുടങ്ങി പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിയ്യത്ത് വെക്കുന്നത് വരെ നമ്മൾ സാധാരണക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഈ നിയ്യത്ത് വെക്കുന്നത് വരെ നമ്മൾ എന്താ പറയുക, നമുക്ക് സൗകര്യം പോലെ നടക്കാം, ഇരിക്കാം, എല്ലാം ചെയ്യാം. ഈ നിയ്യത്ത് വെക്കുന്നതോടെ നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളായി മാറി. ഇനി നമ്മൾ അങ്ങോട്ട് പരിശുദ്ധമായ മത്താഫിലെ ത്വവാഫിന് വേണ്ടി തയ്യാറായി. അതുപോലെ ഉംറ എല്ലാം തീർന്ന് നമ്മൾ തഹല്ലുൽ ആവുന്നത് വരെ വളരെ ശ്രദ്ധയോടെയായിരിക്കാം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സംസാരങ്ങൾ ശ്രദ്ധിക്കണം, പ്രവർത്തികൾ സൂക്ഷിക്കണം. ഇഹ്റാമിലായിരിക്കുമ്പോൾ നമുക്ക് പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഹ്റാമിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്താൽ പുണ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഹ്റാമിലായിരിക്കുമ്പോൾ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയട്ടെ. ആദ്യം നമ്മൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ, അതായത് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുവർത്തമാനങ്ങളില്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാതെ സംസാരിക്കാം. ഇതൊരിക്കലും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്വാഭാവികമായിട്ട് നമ്മൾ പരിചയപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. ഇത് കരിപ്പൂരത്തെ ഇഹ്റാമിനെ കുറിച്ച് മാത്രമല്ല പറയണേ, ഈ 15 ദിവസത്തിൽ 8 ഉംറ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോഴൊക്കെ ഇഹ്റാമിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാല് പൊതുവിൽ നമ്മുടെ നാട്ടിലെ പ്രവണത ഉണ്ട്, പരിചയപ്പെട്ട് കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, എല്ലാവരും സ്വാഭാവികമായിട്ടും എന്ത് പറയും, നമ്മൾ നബീസ് പറയും, എന്ത് പിന്നെ എന്റെ മോന് വിവാഹം കഴിക്കാണ്ട്. അപ്പോഴേക്കും നമ്മളെ ബീപ്പാത്തും നല്ല കമ്പനി ഉണ്ടാവും. ഈ നബീസ് ഉണ്ടോ? ഇല്ലല്ലോ, രക്ഷപ്പെട്ട്. കഴിഞ്ഞ വേഴ്ച നബീസ് ഉണ്ട്, എപ്പോഴും കൊടുക്കുന്നത് ഞാൻ. ആകെ ഞാൻ പഠിച്ച പേര് നബീസും, അതുകൊണ്ട്. അപ്പൊ ഏതായാലും അപ്പൊ ബീപ്പാത്തു ഇതൊക്കെ ഒരു ഉദാഹരണം ഉണ്ടാ. അപ്പൊ ബീപ്പാത്തു പറയണേ, അങ്ങടി ഇവിടെ എന്റെ മോനുണ്ട്, എന്റെ മോനുണ്ട് ഗൾഫിൽ നിന്ന്. മറ്റു പറയണേ എന്റെ മോനുണ്ട്. അങ്ങനെ എന്നാ പിന്നെ ഏതാനും പരിചയപ്പെട്ടില്ലേ, നല്ല കാര്യമല്ലേ. ഉസ്താദ് ഏതാനും പറഞ്ഞു അള്ളാന്റെ ഹറബുക്കുള്ള കുടുംബക്കാരല്ലേ നമ്മൾ, എന്നാ പിന്നെ എന്നേക്കുള്ള കുടുംബക്കാരാവട്ടെ. ഇങ്ങനെ തുടങ്ങി നമ്മൾ വൈവാഹികവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും പാടില്ല. അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാതൊരുവിധ എന്തായാലും പോകാൻ പാടില്ല. ഒരു ഭാര്യ ഭർത്താക്കന്മാരുடைய രസകരമായ നിമിഷമൊന്നും പാടില്ല. ഇഹ്റാം ചെയ്ത പുതിയാപ്പിളാണ് തിരിഞ്ഞു നടക്കണ്ട,
മനസ്സിലായോ? വലിയ പറഞ്ഞ മാറണാണി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കണ്ട. ഈ ഉംറ ഞാൻ അവനാണ് പുതിയാപ്പിളെ കൂടെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് സ്വാഭാവികം ഉണ്ടാവല്ലോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധപ്പെടൽ തുടങ്ങിയുള്ള ഒന്നും തന്നെ പാടില്ല. ഇത് പൊതുവിൽ സംഭവിക്കില്ല. ഇവിടെ നിന്നല്ല, പ്രവാസികളായ ഭർത്താക്കന്മാർ ഗൾഫിലുണ്ടാവും. അവരിങ്ങനെ നമ്മളെ പ്രിയതമ വരുന്നുണ്ട് പറയുമ്പോൾ വലിയ സ്വപ്നം കാണും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. അങ്ങനെ അവർ കണ്ടിടുന്നതും പുതിയ ജിദ്ദ എയർപോർട്ട് ഇറങ്ങുമ്പോ പുതിയനെ കൊണ്ടുപോകും. ഇതൊക്കെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇഹ്റാമിലായിരിക്കുമ്പോ നമ്മുടെ നഖങ്ങൾ പോരാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനം കൊണ്ട് പോരത്. ഒരാൾ കൊഴിഞ്ഞു പോയി, അതല്ല ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മുടെ മുടികൾ പോരാൻ പാടില്ല എന്നാണ് നമ്മുടെ പ്രവർത്തനം കൊണ്ട്. ഒരാൾക്ക് മുടി കൊഴിച്ചിട്ടുണ്ട്, അതിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് രക്തം പോരാൻ പാടില്ല നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്. അതുപോലെ എണ്ണ പോലത്തെ ഉപയോഗിക്കാൻ പാടില്ല. അതെപ്പോഴാ? നമ്മൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മള് നേരെ മക്കയിലെത്തി ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ നെയ്യാവൂലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് വാഷ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കഴുകുന്ന ഒരു പ്രവണത ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് കുളിക്കുമ്പോ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. കുളിക്കാലത്ത് നമുക്ക് സോപ്പ് കുളിക്കുമല്ലോ, കുളിക്കുമ്പോ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ചിലപ്പോ ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കിട്ടും, എണ്ണയുള്ള ഭക്ഷണമൊക്കെ. അപ്പൊ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പഴംപൊരിയാ സങ്കല്പിക്കാം. ഫ്ലൈറ്റിൽ നിന്ന് പഴംപൊരി കിയാമൊന്നും കിട്ടൂല, അത് വിഷയം. അപ്പൊ പഴംപൊരിയെ സങ്കല്പിക്കാം. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു എണ്ണ ഉണ്ടാവില്ലേ? അപ്പൊ ആ എണ്ണ നമ്മൾ എന്ത് ചെയ്യാം? നേരെ താടിയിലങ്ങ് തേക്കുന്ന ഒരു പ്രവണത ഒരിക്കലും പാടില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതുപോലെ അള്ളാന്റെ ഹറമില് ഒരു ജന്തുക്കളെ പോലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മൾ നടന്നു പോകുമ്പോ ഒരു ഇല കണ്ടു, ഒരു മരം, അത് ഒറ്റ പറിക്കാം, ആ ഒരു പ്രവണത ഒന്നും പാടില്ല. ഈ ഹറാമിൽ വളരെ ശ്രദ്ധിക്കണം കേട്ടാ. ഇനി പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തല മറക്കാൻ പാടില്ല. അതുപോലെ ഇഹ്റാമിലായിരിക്കുമ്പോ 2 വസ്ത്രങ്ങൾ മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അവിടെ എത്തി കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ കാണാം ചിലത് ഫുൾ ഫാന്റ് ഷർട്ടൊക്കെ മാറ്റി സാധാ പോലെ ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിക്കണം. അടിവസ്ത്രം ധരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാര് എന്ത് ചെയ്യാ? ശ്രദ്ധിക്കാം. ഈ ഉമ്മമാര് മുഖവും മുൻകൈയും ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. അതുപോലെ പുരുഷന്മാര് കാലിന്റെ മടമ്പും കാലിന്റെ തള്ളവിരലും ഒരുപോലെ മറയുന്ന ഷൂ പോലൊന്നും ധരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അല്ലാതെ പക്ഷെ നമ്മൾ എന്താവും? നമ്മുടെ ഉംറയ്ക്ക് വലിയ അപകടം സംഭവിക്കും. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പോ നമ്മൾ നിലവിൽ എല്ലാവരും ഇപ്പൊ എവിടെ ഉള്ളത്? വീട്ടിലോ? ഇവിടെ ഓഡിറ്റോറിയത്തിലോ? നമ്മളിപ്പോ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. അല്ലേ? നമ്മൾ കയറി പോട്ടാ. അപ്പോ പറഞ്ഞു ഇപ്പൊ എല്ലാവരും ഇഹ്റാമിലുള്ളത്. ഇനി നമ്മൾ ഇഹ്റാമിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് തവാഫ് തുടങ്ങുന്നത് വരെ നമുക്ക് ഏറ്റവും ചൊല്ലൽ അഫ്ളലായതാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക.